എല്ലാവർക്കും ഡേറ്റ മൈനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് വീഡിയോസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ 4 സ്റ്റേജുകളിലൂടെ വരികയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡേറ്റ ക്ലീനിങ് പഠിച്ചു, അതിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ്, ദെൻ ഡേറ്റ ഇൻ്റഗ്രേഷൻ, ഡേറ്റ റിഡക്ഷൻ, ഈ 3 ടെക്നിക്സ് നമ്മൾ നോക്കി. ഇനി ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിൻ്റെ 4ാമത്തേതും അവസാനത്തേതുമായ ടെക്നിക്കാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഡേറ്റ ആർ ട്രാൻസ്ഫർ ഓർ കൺസോളിഡേറ്റഡ് സോ ദാറ്റ് ദ റിസൾട്ടിംഗ് മൈനിങ് പ്രോസസ് മേ ബി മോർ എഫിഷ്യൻറ്റ് ആൻഡ് പാറ്റേൺസ് ഫൗണ്ട് മേ ബി ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കൺസോളിഡേഷനിൽ മൈനിങ് പ്രോസസ്സിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും അതുപോലെ തന്നെ പാറ്റേൺസിനെ ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കാനും വേണ്ടി അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഡേറ്റയെ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഡേറ്റ ട്രാൻസ്ഫോർമേഷനിൽ ഡേറ്റയെ മൈനിങ് ചെയ്യാനുള്ള ഡേറ്റയെ ട്രാൻസ്ഫോം അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. ഇത് ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഡേറ്റ യൂസ് ചെയ്ത് നമ്മൾ മൈനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ പാറ്റേൺസ് എന്ന് പറയുന്നത് ഈസിലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു 2 അഡ്വാൻറ്റേജസിന് വേണ്ടിയിട്ടാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യുന്നത്. ഇനി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യാൻ മെയിൻലി 5 സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. സ്മൂത്തിങ്, സെക്കൻഡ് വൺ ആട്രിബ്യൂട്ട് ഓർ ഫീച്ചർ കൺസ്ട്രക്ഷൻ, തേർഡ് വൺ അഗ്രിഗേഷൻ, ഫോർത്ത് വൺ നോർമലൈസേഷൻ. അതിൽ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്മൂത്തിങ് ആണ്. സ്മൂത്തിങ് ഈസ് ആക്ച്വലി ദ റിമൂവൽ ഓഫ് നോയ്സ് ഫ്രം ഡേറ്റ. നമ്മൾ സ്മൂത്തിങ് ഓൾറെഡി ഡേറ്റ ക്ലീനിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്മൂത്തിങ് എന്താണ്, അതിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡേറ്റ ക്ലീനിങ്ങിൻ്റെ ടോപ്പിക്കിന് പഠിച്ചിട്ടുണ്ട്. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി സ്മൂത്തിങ് എന്നൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ സ്മൂത്തിങ്ങിൽ ബേസിക്കലി ഡേറ്റയിലുള്ള നോയ്സുകൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് ബിന്നിങ്, റിഗ്രഷൻ, ക്ലസ്റ്ററിങ് എന്നുള്ളവയാണ്. ബിന്നിങ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഡേറ്റ ക്ലീനിങ് എന്ന ഹെഡിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ബിന്നിങ്ങിൽ നമ്മൾ ബിന്നിങ് ബൈ മീഡിയൻ, ബിന്നിങ് ബൈ മീൻ, ആവറേജ്, അങ്ങനെയുള്ള പല ടെക്നിക്സ് യൂസ് ചെയ്യും. ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ റിഗ്രഷനും ഓൾറെഡി പഠിച്ചതാണ്. റിഗ്രഷനിൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y=mx+c, അതുപോലത്തെ എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് ഡേറ്റയെ ട്രാൻസ്ഫോം അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. തേർഡ് വൺ ക്ലസ്റ്ററിങ്. ക്ലസ്റ്ററിങ്ങിനുള്ളിൽ ഡേറ്റയെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്മൂത്തിങ് എന്ന ടെക്നിക്കിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് ഓർ ഫീച്ചർ കൺസ്ട്രക്ഷൻ ആണ്. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡേറ്റയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ആട്രിബ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട്സിനെ ഡേറ്റ സെറ്റിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ, ന്യൂ ആട്രിബ്യൂട്ട്സ് ഓർ ഫീച്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ ഡേറ്റ സെറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആട്രിബ്യൂട്ട് ഓർ ഫീച്ചർ കൺസ്ട്രക്ഷനിൽ നമ്മൾ നോക്കേണ്ടത്. ദെൻ തേർഡ് വൺ അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ അല്ലെങ്കിൽ സമ്മറി ഓപ്പറേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റയെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്നല്ലെങ്കിൽ സമ്മറി എന്നും പറയാം. അപ്പോൾ സമ്മറി അല്ലെങ്കിൽ അഗ്രിഗേഷൻ ഓപ്പറേഷൻസ് ഉണ്ട്. ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്തുകൊണ്ട് സിംപ്ലി ഡേറ്റയെ അഗ്രിഗേറ്റ് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോർത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നോർമലൈസേഷൻ ആണ്. നോർമലൈസേഷനിൽ ആക്ച്വലി ചെയ്യുന്നത് ഡേറ്റയെ സ്കെയിൽ ചെയ്യും. സ്കെയിലിംഗ് എന്നൊരു പ്രോസസ്സിന് ഡേറ്റയെ വിധേയമാക്കും. അപ്പോൾ സ്കെയിലിംഗ് എന്ന പ്രോസസ്സിൽ ആക്ച്വലി സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഐദർ ഫ്രം എ ലോവർ റേഞ്ച് ടു ഹയർ റേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രം എ ഹയർ റേഞ്ച് ടു ലോവർ റേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഡേറ്റ മൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ ലോവർ റേഞ്ചിലുള്ളതാണ് ഡേറ്റ മൈനിങ്ങിന് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡേറ്റ മൈനിങ്ങിൻ്റെ അകത്തുള്ള ഡേറ്റ ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന നോർമലൈസേഷനിൽ ഡേറ്റയെ സ്മോളർ റേഞ്ചിലോട്ട് സ്കെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് in order to make the data mining process more efficient. Then fifth strategy എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റൈസേഷൻ. ഡിസ്ക്രീറ്റൈസേഷൻ എന്നുള്ള സ്ട്രാറ്റജിയിൽ ചെയ്യുന്നത് റോ വാല്യൂസ് ഓഫ് ന്യൂമറിക് ആട്രിബ്യൂട്ട്സ് ആർ റീപ്ലേസ്ഡ് ബൈ ഇൻ്റർവൽ ലേബൽസ്.
അതായത് ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സിനുള്ള ന്യൂമറിക് ആട്രിബ്യൂട്ട്സിനെ ഇൻ്റർവൽ ലേബൽസ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യങ്, അഡൾട്ട്, സീനിയർ, അങ്ങനെ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിൻ്റെ 3 ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് യങ്, അഡൾട്ട്, സീനിയർ എന്ന് വയ്ക്കൂ. അപ്പോൾ യങ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു റേഞ്ച് കൊടുക്കാം, ഏജ് ബിറ്റ്വീൻ 0 and 20. അഡൾട്ട് എന്ന് പറയുമ്പോൾ ഏജ് ബിറ്റ്വീൻ 20 and ഒരു 35 or 40 ആ റേഞ്ച് കൊടുക്കാം. സീനിയർ എന്ന് പറയുമ്പോൾ 40 to 100 അങ്ങനെ എന്തെങ്കിലും റേഞ്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവൽ ലേബൽസ് യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഇൻ്റർവൽസ് എന്ന് പറഞ്ഞത് 0 to 20, 20 to 40, then 40 to 100 അങ്ങനെ ഒരു റേഞ്ച് ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഇൻ്റർവൽ ലേബൽസ് അല്ലെങ്കിൽ ക്ലാസ് ലേബൽസ് യൂസ് ചെയ്തുകൊണ്ട് ന്യൂമറിക് ആട്രിബ്യൂട്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ടെക്നിക്സ് ആണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷനായിട്ട് ഡേറ്റ മൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ്. ഇനി ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്കുള്ളത് നോർമലൈസേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് നോക്കാനുണ്ട്. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ ബൈ നോർമലൈസേഷൻ, അതിൽ തന്നെ 2-3 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. മിൻ മാക്സ് നോർമലൈസേഷൻ, അതുപോലെ ഇസഡ് സ്കോർ നോർമലൈസേഷൻ, അതിൻ്റെയൊക്കെ പ്രോബ്ലംസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ മിൻ മാക്സ് നോർമലൈസേഷൻ ആണ്. ഡേറ്റ ട്രാൻസ്ഫോർമേഷനിലെ ഒരു ടെക്നിക്കാണ് നോർമലൈസേഷൻ. അതിനുള്ളിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് മിൻ മാക്സ് നോർമലൈസേഷൻ. മിൻ മാക്സ് നോർമലൈസേഷൻ ഇതിന് പേര് കിട്ടാൻ കാരണം ഒരു ആട്രിബ്യൂട്ടിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് ദാറ്റ് മിൻ എ ആൻഡ് മാക്സ് എ ആർ ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ആൻ ആട്രിബ്യൂട്ട് എ. അപ്പോൾ എ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. വി ഹാവ് ആൻ ആട്രിബ്യൂട്ട് കോൾഡ് എ. Min A and max A are the minimum value and maximum value of the attribute A. A എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, അതിന്റെ മിനിമം വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മിൻ എ എന്നും മാക്സിമം വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സ് എ എന്നുമാണ്. ദ മിൻ മാക്സ് നോർമലൈസേഷൻ മാപ്സ് എ വാല്യൂ വി ഐ ഓഫ് എ ടു വി ഐ ഡാഷ്. അപ്പോൾ എ എന്നൊരു ആട്രിബ്യൂട്ടിന്റെ വി ഐ എന്നുള്ള ഒരു വാല്യൂവിനെ വി ഐ എന്നൊരു വാല്യൂവിനെ വി ഐ ഡാഷ് ആയിട്ട് മാപ്പ് ചെയ്യുക എന്നതാണ് മിൻ മാക്സ് നോർമലൈസേഷനിൽ സംഭവിക്കുന്നത്. ഇൻ ദ റേഞ്ച് ന്യൂ മിൻ എ ന്യൂ മാക്സ് എ ബൈ കമ്പ്യൂട്ടിംഗ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ എ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, കൺസിഡർ ആട്രിബ്യൂട്ട് എ. മിൻ എ ആൻഡ് മാക്സ് എ ആർ ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് ഓഫ് ദ ആട്രിബ്യൂട്ട് എ. The min-max normalization maps a value vi of a to vi dash. vi എന്നൊരു വാല്യൂവിനെ vi dash എന്ന വാല്യൂ ആയിട്ട് മാപ്പ് ചെയ്യുകയാണ് min-max നോർമലൈസേഷനിൽ ചെയ്യുന്നത്. ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു റേഞ്ചിലാണ് സംഭവിക്കുന്നത്. ദാറ്റ് റേഞ്ച് ഈസ് ന്യൂ മിൻ എ ന്യൂ മിൻ എ ന്യൂ മാക്സ് എ. ഈ ഒരു റേഞ്ചിലാണ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുലയാണ് vi dash ഈസ് ഈക്വൽ ടു vi minus min a divided by max a minus min a. അത്രയും ഒരു ടേം ആണ്. ദെൻ അതിന്റെ കൂടെ തന്നെ ഇൻറ്റു ന്യൂ മാക്സ് എ മൈനസ് ന്യൂ മിൻ എ പ്ലസ് ന്യൂ മിൻ എ. ഇതാണ് ഫോർമുല. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. മിനിമം ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് ആൻ ആട്രിബ്യൂട്ട് ഇൻകം ഈസ് 12,000 and 98,000. അപ്പോൾ ഇൻകം എന്നൊരു ആട്രിബ്യൂട്ടിന്റെ മിനിമം വാല്യൂവും അതുപോലെ ഇൻകം എന്ന ആട്രിബ്യൂട്ടിന്റെ മാക്സിമം വാല്യൂ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. The minimum and maximum value of an attribute income. Minimum and maximum value of an attribute income is 12,000 and 98,000. We would like to map income to the range. അപ്പോൾ മാപ്പ് ചെയ്യേണ്ട റേഞ്ചും കൊടുത്തിട്ടുണ്ട്. മാപ്പ് ചെയ്യേണ്ട റേഞ്ച് എന്ന് പറയുന്നത് as per the question 0.0 to 1.0 ആണ്. ഇതാണ് മാപ്പിന്റെ റേഞ്ച്. Then value of 73,600 for income is transferred into. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാല്യൂ ഓഫ് 73,600 ഫോർ ഇൻകം ഈസ് ട്രാൻസ്ഫേർഡ് ഇൻറ്റു. അപ്പോൾ ഈ 73,600 എന്നുള്ള വാല്യൂ എന്തിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മിൻമാക്സ് നോർമലൈസേഷൻ അനുസരിച്ച് എ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അതിന്റെ വി ഐ എന്ന വാല്യൂ വി ഐ ഡാഷ് ആയിട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ് അല്ലെങ്കിൽ മാപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിഷ്യലി ഉള്ള ട്രാൻസ്ഫറിന് മുന്നേ ഉള്ള വാല്യൂ എന്ന് പറയാം വി ഐ ആണ് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുള്ളത്. 78,600 എന്ന് ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. വി ഐ ആണ് കൊടുത്തിരിക്കുന്നത് 73,600. So VI equal to 73,600. അപ്പോൾ എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ സൈഡിൽ അപ്ലൈ ചെയ്യാം. VI ഡാഷ് ഈസ് ഈക്വൽ ടു ഇനിഷ്യലി എന്ത് വേണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതേണ്ടത് VI മൈനസ് മിൻ എ. ഇവിടെ VI യുടെ വാല്യൂ എന്താണ്? 73,600 ആണ് VI യുടെ വാല്യൂ. അപ്പോ 73,600 മൈനസ് ദെൻ എന്ത് വേണം? മിൻ എയുടെ വാല്യൂ എത്രയാണ്? മിൻ ഇൻകം 12,000. സോ 12,000 ഡിവൈഡഡ് ബൈ മാക്സ് എ മൈനസ് മിൻ എ. മാക്സ് എയുടെ വാല്യൂ എന്തായിരുന്നു? 98,000. സോ 98,000 മൈനസ് 12,000 ഇത്രയും ഒരു ടേം ആണ്. ഇൻറ്റു ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ. നമ്മളിവിടെ റേഞ്ച് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? ന്യൂ മിൻ കോമ ന്യൂ മാക്സ് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ന്യൂ മാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1.0 ആയിരിക്കും. ന്യൂ മിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂ മാക്സ് 1.0യും ന്യൂ മിൻ എന്തായിരിക്കും? 0.0. നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1.0 മൈനസ് 0.0 then എന്താണ്? പ്ലസ് ന്യൂ മിൻ വാല്യൂ. ന്യൂ മിൻ വാല്യൂ എന്ന് പറയുമ്പോൾ ഇതല്ലേ മിനിമം വാല്യൂ. സോ പ്ലസ് 0.0. ഇതാണ് നമുക്ക് ചെയ്യേണ്ട സംഭവം. അപ്പൊ എന്ത് കിട്ടും? ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.716 എന്ന് കിട്ടും. 0.716. അപ്പോ ക്വസ്റ്റ്യനില് ഇൻകം എന്നൊരു ആട്രിബ്യൂട്ടിന്റെ മിൻ വാല്യൂ മാക്സ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. റേഞ്ച് കൊടുത്തിട്ടുണ്ട് 0.0, അതുപോലെ 1.0 കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിഷ്യൽ വാല്യൂ വി ഐ എന്ന് പറയുന്നത് 73,600 കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിംപ്ലി ഇവിടെ ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്താൽ മതി. മിൻ മാക്സ് നോർമലൈസേഷന്റെ ഫോർമുല നമുക്കറിയാം. വി ഐ ഡാഷ് ഈക്വൽ ടു വി ഐ മൈനസ് മിൻ എ ഇൻറ്റു ന്യൂ മാക്സ് എ മൈനസ് ന്യൂ മിൻ എ ഡിവൈഡഡ് ബൈ മാക്സ് എ മൈനസ് മിൻ എ പ്ലസ് ന്യൂ മിൻ എ. നമുക്ക് ഈ ഫോർമുല അറിയാം. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി ഐ ഡാഷ് ഈക്വൽ ടു വി ഐയുടെ വാല്യൂ 73,600 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് മിൻ എയുടെ വാല്യൂ മിൻ എ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഇൻകം ആണ്. അപ്പൊ മിൻ ഇൻകം ഈക്വൽ ടു 12,000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ മാക്സ് എ മൈനസ് മിൻ എ. മാക്സ് ഏത് ഇവിടെ ഉണ്ട്, മിന്നും ഉണ്ട്. അപ്പൊ 98,000 മൈനസ് 12,000 അതവിടെ ചെയ്തു. ഇൻറ്റു ന്യൂ മിൻ മൈനസ് ന്യൂ മാക്സ് മൈനസ് ന്യൂ മിൻ. ന്യൂ മാക്സും മിന്നും ഈ റേഞ്ചിനുള്ള വാല്യൂ ആണ്. ന്യൂ മാക്സ് ന്യൂ മിൻ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.0 മൈനസ് 0.0 പ്ലസ് ന്യൂ മിൻ വാല്യൂ 0.0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ മിൻ മാക്സ് നോർമലൈസേഷന് ശേഷം നമുക്ക് കിട്ടിയ ആൻസർ 0.716 എന്നാണ്. ഇതാണ് മിൻ മാക്സ് നോർമലൈസേഷന്റെ ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വൺ ഇസഡ് സ്കോർ നോർമലൈസേഷൻ നോക്കാം. അപ്പൊ നെക്സ്റ്റ് വൺ ഇസഡ് സ്കോർ നോർമലൈസേഷൻ ആണ്. ഇസഡ് സ്കോർ നോർമലൈസേഷനിലും നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ മിൻ മാക്സ് നോർമലൈസേഷനിൽ കണ്ടതുപോലെ തന്നെ എ എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. എ എന്ന ആട്രിബ്യൂട്ടിന്റെ ഇനിഷ്യലി കൊടുത്തിരിക്കുന്ന വാല്യൂ വി ഐ ആണ്. വി ഐയെ നമുക്ക് വി ഐ ഡാഷ് ആയിട്ട് മാപ്പ് ചെയ്തിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് എ മീൻ എ ക്യാപ് അല്ലെങ്കിൽ എ ബാർ എന്നുള്ളതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നോർമൽ മീൻ എടുക്കുന്നതാണ്. എ മീൻ എന്ന് പറയുന്നത് മീൻ ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീൻ എടുക്കുന്ന V1 പ്ലസ് V2 എക്സെട്ര അപ് ടു Vn ഡിവൈഡഡ് ബൈ n. ആ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെയും. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ അതാണ് സിഗ്മ എ എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഇസഡ് സ്കോർ നോർമലൈസേഷൻ ഫോർ വി ഐ ഡാഷ് ഈസ് ഈക്വൽ ടു വി ഐ മൈനസ് എ ബാർ ഓർ മീൻ ഓഫ് എ എന്ന് വേണമെങ്കിൽ പറയാം ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. Question: suppose that the mean and standard deviation of the values for an attribute income are 54,000 and 16,000 respectively. ഒന്നുകൂടെ പറയാം. സപ്പോസ് ദാറ്റ് ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും
കൊടുത്തിട്ടുണ്ട്. മീനിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പല് എ ബാർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ, സിഗ്മ ഓഫ് എ ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പല്. അപ്പൊ അതിന് രണ്ടിന്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് 54,000ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 16,000 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് 73,600 ഫോർ ഇൻകം ബിക്കംസ്. അപ്പോൾ 73,600 എന്നുള്ള വാല്യൂ, ആ ഒരു ഇൻകത്തിന്റെ വാല്യൂ എന്തായിട്ട് ചേഞ്ച് ആകും, അല്ലെങ്കിൽ നോർമലൈസേഷൻ ശേഷം എന്താവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി കൊടുത്തിരിക്കുന്ന വാല്യൂ 73,600 ആണെങ്കിൽ വി ഐയുടെ വാല്യൂ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. വി ഐ ഈക്വൽ ടു 73,600 അത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു വാല്യൂ മാപ്പ് ചെയ്ത് എന്ത് കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് വി ഐ ഡാഷ് ആയിരിക്കും ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. വി ഐ ഡാഷ് ഈക്വൽ ടു വി ഐ മൈനസ് മീൻ ഓഫ് എ. ഇവിടെ വി ഐ എത്രയാണ്? 73,600 മൈനസ് മീൻ ഓഫ് എ 54,000 ഡിവൈഡഡ് ബൈ standard deviation of A. Standard deviation of A is 16,000, and the answer will be 1.225. 1.225. അപ്പോൾ Z score normalization method വെച്ചിട്ട് VI dash കണ്ടുപിടിക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. അപ്പോൾ ഇത്രയാണ് നോർമലൈസേഷന്റെ രണ്ട് മെത്തേഡ്സ് ആയ മിൻ മാക്സ് നോർമലൈസേഷനും Z score നോർമലൈസേഷനും. അപ്പൊ ഇതോടുകൂടി ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന ടോപ്പിക് കഴിഞ്ഞിരിക്കുകയാണ്. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഡേറ്റ പ്രീ പ്രോസസ്സിങ്ങിനകത്ത് വരുന്ന 4th ടെക്നിക്കാണ്. ഇതിനുള്ളിൽ നമ്മൾ മെയിൻലി 5 സ്ട്രാറ്റജീസ് ആണ് പഠിച്ചത്. ഡിസ്ക്രീറ്റൈസേഷൻ, സ്മൂത്തിങ്, അതുപോലെ നോർമലൈസേഷൻ, ഇങ്ങനത്തെ ടെക്നിക്സ് ഒക്കെയാണ് പഠിച്ചത്. നോർമലൈസേഷനിൽ 2 മെത്തേഡ് നോക്കി, Z സ്കോർ നോർമലൈസേഷനും മിൻ മാക്സ് നോർമലൈസേഷനും. അതിന്റെ ഓരോ പ്രോബ്ലംസ്, ഈ 2 പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്നുള്ള ടോപ്പിക്കിന്റെ 4 ടെക്നിക്സ് ഇതോടുകൂടി തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.